ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വഞ്ചകനായ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് രാഹുൽ ഗാന്ധിയാണ്. ശരിക്കും മോദിയെ എല്ലാവരും ചാണക തലയനെന്നൊക്കെ കളിയാക്കിയൊക്കെ വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിക്കും ഈ വിളിക്ക് അർഹൻ രാഹുൽ ഗാന്ധി തന്നെയാണ്. അയാൾ എന്തൊരു വിഡ്ഢിത്തമാണ് കാണിക്കുന്നത്. ഒപ്പം നിൽക്കുന്നവനെ പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തുന്ന കട്ടപ്പയായി രാഹുൽ ഗാന്ധി അധപ്പതിച്ചു പോകുന്നത് ഒരു പക്ഷേ എങ്കിൽ കേരളത്തിലുള്ള ഈ മണ്ട ശിരോമണിമാരുടെ ഉപദേശം കേൾക്കുന്നത് കൊണ്ടാണോ എന്ന ന്യായമായ സംശയം എനിക്ക് ഉണ്ട്. ഇത്രയധികം മണ്ടനായ വിഡ്ഢിയായ ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ത്യ മുന്നണി എന്നൊരു മുന്നണി ഉണ്ടാക്കി. അതിനകത്ത് നിരവധി പാർട്ടികൾ അംഗ കക്ഷികളായുണ്ട്. ഈ കക്ഷികളിലെ നേതാക്കൾക്ക് എതിരെ എന്തെങ്കിലും ഒരു നടപടി വന്നാൽ ഉടനെ മുണ്ടും മുറുക്കി കൊടുത്ത് കോണാനും പൊക്കിയെടുത്ത് ഇറങ്ങുന്നത് രാഹുൽ ഗാന്ധിയാണ്. എന്താണ്, എതിർക്കാനല്ല, അതിനെ സത്യാവസ്ഥ അന്വേഷിക്കാനല്ല, അവന്മാരെ പിടിച്ച് ജയിലിൽ ഇടണം എന്ന് ആർഗ്യൂ ചെയ്യാനാണ് ഈ രാഹുൽ ഗാന്ധി ഇറങ്ങുന്നത്. എന്തൊരു ഭോഷത്തരമാണ് ഇയാൾ കാണിക്കുന്നത്. പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, അയാളുടെ വീട്ടിൽ എന്തുകൊണ്ട് റെയ്ഡ് നടക്കുന്നില്ല എന്ന് ചോദിച്ചത് രാഹുൽ ഗാന്ധിയാണ്. അതിനു പിന്നാലെ സതീശ മേനോനും ശ്രീ നരേന്ദ്രമോദിയും കൂടിക്കാഴ്ച നടത്തുകയും പിന്നാലെ പിണറായി വിജയൻ്റെ വീട്ടിൽ ED സംഘം റെയ്ഡ് നടത്തുകയും ചെയ്തു. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലെ കല്ല് ഇറങ്ങിക്കാണും, ഒപ്പം സതീശ മേനോൻ്റെയും നെഞ്ചിലെ കല്ല് ഇറങ്ങിക്കാണും. പിന്നെ പല സ്ഥലങ്ങളിലും ED പുറത്തോട്ടിറങ്ങിയപ്പോൾ ഇറങ്ങാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? അവിടെ നിന്ന് എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ വിവരം എഴുതി നൽകിയിട്ട് പോയാൽ മതി എന്ന് നാട്ടുകാർ പറഞ്ഞു. നാട്ടുകാർ മാത്രമല്ല, പാർട്ടിക്കാരും പറഞ്ഞു. അവസാനം എഴുതി നൽകി, ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് എഴുതി നൽകി ഇളുഭ്യരായി നാണം കെട്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നു ED ഉദ്യോഗസ്ഥർക്ക് എന്നതാണ് പരമാർത്ഥം. ഇതിനകത്ത് ഇനി വേറെ വിമർശനങ്ങളും എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് ഒരുപാട് കമൻറ്റ് തെറിയഭിഷേകവും ഒക്കെ ചെയ്യാനുള്ള അവസരവും സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം തറപ്പിച്ചു പറയാം, ഇന്ത്യ കണ്ട ഏറ്റവും വിഡ്ഢിയായ സ്വന്തം പക്ഷത്ത് നിൽക്കുന്നവനെ പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തുന്ന കട്ടപ്പയായി അധപ്പതിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക് ബുദ്ധി ഉപദേശിക്കുന്ന കേരളത്തിലെ മണ്ട ശിരോമണികളായ കുറെ കോൺഗ്രസ് നേതാക്കളുമെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മാത്യു കുഴൽനാടൻ എന്ന കുഴലിനകത്ത് ഒളിച്ചിരിക്കുന്ന വൃത്തികെട്ട ഒരുത്തനുണ്ട്, MLA. അയാൾ ഉൾപ്പെടെയുള്ള കള്ളന്മാരുടെ വെറും കള്ളക്കേസുകളുടെ അടിസ്ഥാനത്തിലുള്ള നീക്കങ്ങൾക്ക് രാഹുൽ ഗാന്ധി കൊടിയും കോണാനും പൊക്കി ഇറങ്ങുന്നത് ശരിയല്ല എന്ന തിരിച്ചറിവ് രാഹുൽ ഗാന്ധിക്ക് എന്നുണ്ടാകുമെന്ന് കാലയെ കണ്ടറിയാം.